തന്നെ നഗരത്തിലേക്ക് കൈകൊണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു മദീനയുടെ ഓരോ വീടുകളുടെ മുകളിലേക്കും യഹൂദി നസാറാക്കളെ കടന്നു വന്നിട്ട് മത്തരേ മഴത്തുള്ളികൾ വീടുന്നത് പോലെ മദീനയുടെ നഗരത്തിലൂടെ കവക്കയിൽ മത്തരി മഴത്തുള്ളി വീടുന്നത് പോലെ ജൂത നസാറാക്കളുടെ പട്ടാളം നടന്നു പോകുന്നത് ഞാൻ കാണുന്നു. അല്ലാഹുവിന്റെ റസൂലേ അങ്ങേക്കായിരം സലാം നബിയേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിക്കുകയാണ് ഞാൻ. ഒരു മുസ്ലിമിന് ഹൃദയത്തിൽ ചിന്തിക്കാൻ കഴിയാത്ത ഒരു ഹദീസ് കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഉറങ്ങരുത്. ഒരു മുസ്ലിമിന് മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത, ഹൃദയം മദീനയോട് സ്നേഹമുള്ളവനെ സഹിക്കാൻ കഴിയാത്ത ഒരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? 14 നൂറ്റാണ്ട് മുമ്പ് റസൂല് പറഞ്ഞു, സഹാബാ, മദീനത്തെ പള്ളിയുടെ മിമ്പറിലിരുന്നു കൊണ്ട് എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാണ് ഭൂമിയുടെ സ്വർഗമെന്ന ലോകത്തിന്റെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കാൻ വേണ്ടി നൽകുക സ്വർഗനായകൻ പറഞ്ഞ മദീനത്തെ പള്ളിയുടെ മിമ്പറിലിരുന്ന് ഖുത്ബ ഓടിക്കൊണ്ടിരിക്കവേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ഒരു കാലം വരാനുണ്ട്. ആ സമയത്തന്നെ മദീനത്തെ പള്ളിയുടെ ഞാൻ കാലിൽ വെട്ടിരിക്കുന്ന മിമ്പറിന്റെ മകള് കുറുനരികള് ചെന്നായ്ക്കളും ഓരിയിടുമെന്ന്. എന്റെ മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ മുകളില് അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്റെ ഈ മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ മുകളില് കുറുനരിക്കള് ചെന്നായ്ക്കളും ഓരിയിടുന്നൊരു കാലം വരും. ആ സമയത്തിന്റെ മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ഒരാള് പോലും വരില്ല സഹാബാ. എന്റെ മദീനത്തെ പള്ളിയില് വാങ്ങു മുടങ്ങാട് ഒരാള് പോലും പള്ളിയിലേക്ക് നിസ്കാരത്തിന് വരില്ല. ആരോടാ പറയുന്നൊരു മിനിറ്റ് പോലും വിടതടവില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ സുജൂദ് ചെയ്യുന്ന ഏത് മിമ്പറിന്റെ താഴ്ഭാഗത്തുള്ള പച്ചമിനാരത്തിന്റെ കീഴവന്ന് സലാം പറയാനാണോ? അറബിക്കടലിന്റെ തിരമാലകളും താണ്ടി ആഗ്രഹത്തോടെ, ആഘോഷത്തോടെ, അഭിവാന്തയോടെ, അഭിലാഷത്തോടെ 10,000കണക്കിന് ആളുകൾ കടന്നു ചെല്ലുന്നത് ആ മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ മുകളില് കുറുനരിക്കളും ചെന്നായ്ക്കളും ഓരിയിടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മദീനയെ സ്നേഹിക്കുന്നവന് സഹിക്കാൻ കഴിയോ? മുത്തുനബിയേ, അങ്ങേക്കായിരം സലാം നബിയേ. ഇത് നടക്കുമോ സഹോദരങ്ങളെ? ഇവിടെയാണ് ഞാൻ എന്റെ അനുമാനമാണ് പറയുന്നത്. ക്രൂഡ് ഓയിലിന്റെ വില താടുകയാ. $142 വിലയുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ $42 അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും പട്ടികയിലേക്ക് നീങ്ങുകയാണ്. ഇനി ഒരേ ഒരു വിഷയം എന്താ? എങ്ങനെയാണ് ക്രൂഡ് ഓയിലിന്റെ വില താണത്? ആ വില താണുന്നത് ക്രൂഡ് ഓയിലിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവായിരുന്ന അമേരിക്കക്ക് സ്വന്തമായി ക്രൂഡ് ഓയിൽ ഉണ്ടാവാൻ തുടങ്ങി. കാരണം സദ്ദാമിനെ കൊന്നൊടുക്കിയിട്ട് ഇറാഖ് പിടിച്ചത് അതിനാണല്ലോ. അണുവായുധത്തിന്റെ പേര് പറഞ്ഞിട്ട് സദ്ദാമിനെ കൊന്നു കുടിച്ചു മൂടിയിട്ട് അമേരിക്ക ഇറാഖിനെ പിടിച്ചടക്കിയത് എന്തിനാ? ക്രൂഡ് ഓയിലിന്റെ ലാഭത്തിന് വേണ്ടിയാ. ആ ക്രൂഡ് ഓയിലിന്റെ ലാഭം മുഴുവനും ഇറാഖിൽ നിന്ന് അമേരിക്കക്ക് സ്വന്തമായി കിട്ടിയപ്പോ അറബ് രാജ്യങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ ഇപ്പൊ അമേരിക്കക്ക് വേണ്ട. ഒന്നുകിൽ സൗദി അടക്കമുള്ള, ഇതേവരെ ബഹ്റൈനും ഖത്തറുമടക്കമുള്ള കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാ. ഇനി ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. ഒന്നുകിൽ സൗദി അറേബ്യ ഉൽപാദനം കുറക്കുക. സൗദി അറേബ്യ ഉൽപാദനം കുറച്ചാൽ അങ്ങനെ ക്രൂഡ് ഓയിലിന്റെ ഉൽപാദനം സൗദി അറേബ്യ കുറച്ചാൽ ഉപഭോക്താക്കൾ മുഴുവനെ സ്ഥിരമായി വാങ്ങിക്കുന്ന ആളുകൾ അമേരിക്കയുടെ ഉപഭോക്താക്കളാവും. അവസാന സൗദി അറേബ്യ അമേരിക്കയോട് യാചിക്കേണ്ടി വരും. പൊന്നുമോനെ, കുവൈറ്റ് യുദ്ധത്തോടുകൂടി പാശ്ചാത്യന്റെ ആലിൽ കൊണ്ടുപോയി അറബ് രാഷ്ട്രങ്ങൾ തലവെച്ചു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, അമേരിക്കയെ ആശ്രയിക്കേണ്ട കാലത്തിലേക്ക് ജസീറത്തുൽ അറബ് മാറുമ്പോ, അറബ് രാജ്യങ്ങൾ മാറുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മദീനയുടെ തെരുവോരത്തുകൂടി റോമാ സാമ്രാജ്യത്തിന്റെ പേർഷ്യയുടെ